മോട്ടിവേഷൻ ക്ലാസ്സുകൾ എടുക്കുന്നവർക്കും അത്തരം ക്ലാസ്സുകൾ കേട്ട് ജീവിതം പോസിറ്റീവാക്കാൻ ആഗ്രഹിക്കുന്നവർക്കും അനുകരിക്കാവുന്ന മഹത്തായ മാതൃക ആയിരിക്കുകയാണ് ഒളിവ് ജീവിതം കഴിഞ്ഞ് തിരിച്ചെത്തി വോട്ട് ചെയ്ത് ചായക്കടയിൽ കയറി ഒരു പാൽച്ചായയും കുടിച്ച് ഒരു ഉണ്ടൻപൊരിയും കഴിച്ച് നിറച്ചിരിയുടെ ആത്മവിശ്വാസവുമായി ഇരുന്ന രാഹുൽ മാങ്കൂട്ടത്തിൽ. ഇതിൽ പരം മോട്ടിവേഷൻ ക്ലാസ്സുകാർക്കും മോട്ടിവേഷൻ ക്ലാസ് ഇഷ്ടപ്പെടുന്നവർക്കും ആരാധ്യ കഥാപാത്രമാക്കാവുന്ന ഒരു വ്യക്തി ഉണ്ടോ എന്ന് സംശയം. എന്തൊരു വരവായിരുന്നു അത്! ഒടുവിൽ പോകുന്ന സമയത്തുണ്ടായിരുന്ന സന്യാസ ഛായയിലേക്ക് പടരാൻ ഒരുങ്ങിയിരുന്ന താടിയും മുടിയും ഒക്കെ ട്രിം ചെയ്ത് മുഖത്ത് ആ കുസൃതി നിറഞ്ഞ ചിരിയുടെ തിളക്കവുമായി 2 ലൈംഗിക പീഡന കേസുകളിലെ പ്രതിയാണെങ്കിലും കേരള പോലീസിന് പിടികൊടുക്കാതെ ഒളിവിൽ കഴിഞ്ഞ് 2 കേസുകളിലും ഇപ്പോൾ അറസ്റ്റ് പാടില്ല എന്ന കോടതിയുടെ അനുകൂല വിധി വന്നതോടെ ഒളിവിൽ നിന്ന് തെളിവിൽ വന്ന് സ്വന്തം മണ്ഡലത്തിലെ വോട്ടെടുപ്പ് കേന്ദ്രത്തിൽ വന്ന് സ്വന്തം സമ്മതിദാനാവകാശം വിനിയോഗിച്ച് മന്ദഹാസം തൂകിയ രാഹുൽ മാങ്കൂട്ടത്തിൽ. ഇതിനേക്കാൾ ചെറിയ കുറ്റകൃത്യങ്ങൾ മനസ്സറിയാതെ ചെയ്തവർ പോലും പൊതുസമൂഹത്തിൻ്റെ മുമ്പിലോ സ്വന്തം നാട്ടുകാരുടെ മുമ്പിലോ വീട്ടുകാരുടെ മുമ്പിലോ പോലും വരാതെ ജീവിതം തന്നെ അവസാനിച്ചു എന്ന് വരുന്നിടത്ത് രാഹുൽ മാങ്കൂട്ടത്തിൽ ജീവിതത്തിലെ പ്രതിസന്ധികളെ അതിജീവിക്കാൻ ന്യൂജന്നുകൾക്കും പഴഞ്ചന്നുകൾക്കും ഒരേപോലെ മാതൃകയാവുന്നു. ലൈംഗിക പീഡന പരാതിയെ തുടർന്ന് പാലക്കാട്ടെ കണ്ണാടിയിൽ നിന്നാണ് മുങ്ങിയതെങ്കിലും ഒളിവുകാലത്തും ധാരാളം കണ്ണാടി നോക്കി മുഖം മിനുക്കാൻ കഴിയണമെങ്കിൽ ജീവിതത്തെ പോരാട്ട വീര്യത്തോടെ കാണാൻ കഴിയുന്ന മനോഭാവം വേണം. അത് മോട്ടിവേഷൻ എലിമെൻ്റാണ്. 15 ദിവസത്തെ ഒളിവ് ജീവിതത്തിന് ശേഷം കുന്നത്തുമേട്ടിൽ പൊങ്ങി ഉയർന്ന രാഹുലിന് ബൊക്കെ നൽകി സ്വീകരിച്ചത് യൂത്ത് കോൺഗ്രസ് നേതാക്കളാണ്. എന്ന് മാത്രമല്ല, വോട്ട് ചെയ്യാനെത്തിയ ജനാധിപത്യ സ്നേഹിയായ പ്രതിക്ക് ഇടം വലം നിന്ന് സംരക്ഷണം ഒരുക്കിയതാകട്ടെ 15 ദിവസമായിട്ടും രാഹുൽ മാങ്കൂട്ടത്തിലിനെ പിടിക്കാൻ കഴിയാത്ത കേരള പോലീസും. ഇതിൽ പരം ഹീറോയിസം എന്തു വേണം? മുൻകൂർ ജാമ്യത്തിൻ്റെ ബലം എന്ന് പറഞ്ഞാൽ പലർക്കും പേടിയുള്ള ഭയമാണ്. ഇവിടെ അങ്ങനെയൊരു കാര്യമേ ഇല്ല. എനിക്ക് പറയാനുള്ളതെല്ലാം കോടതിക്ക് മുന്നിൽ ഉണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ലോകത്തെ സിംഹാവലോകനം ചെയ്ത് ആക്കിയുള്ള ആ തനത് ചിരിയോടെ നേരെ ചായക്കടയിലേക്ക്. അവിടെ ചെന്ന് ഊതി സമയമെടുത്തുള്ള ആ ചായകുടിയിൽ തന്നെയുണ്ട് ഈ വരാനിരിക്കുന്ന പുതുവർഷത്തിൽ പലർക്കുമുള്ള മോട്ടിവേഷൻ സന്ദേശം. പുതുവർഷം എന്ന് പറയുമ്പോൾ ഡിസംബർ 31-ാം തീയതി നമ്മൾ തീരുമാനിക്കും ഇനി എങ്ങനെ ജീവിക്കണം, ഏത് ആയിരിക്കണം കാര്യങ്ങളെ നേരിടേണ്ടത്, ജീവിതത്തിലെ പ്രതിസന്ധികളെ എങ്ങനെ അഭിമുഖീകരിക്കാം എന്നൊക്കെ വിചാരപ്പെടുമ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിനെ മാതൃകയാക്കാം എന്ന് ക്രൂരതയോടുകൂടി വിചാരിക്കേണ്ടി വരുന്നു. ആ സന്ദേശം എന്ന് പറയുന്നത് ലൈംഗിക പീഡന കേസുകൾ വരും പോകും, പക്ഷേ ജീവിതത്തെ നാം പ്രതീക്ഷയോടെ കാണണം. ഏത് പ്രതിസന്ധികൾക്കും സ്വന്തം പാർട്ടിയിൽ നിന്നുള്ള പുറത്താക്കലുകൾക്കും നാട് മുഴുവൻ ആകാശത്തേക്ക് വിട്ടുകൊണ്ടിരിക്കുന്ന ട്രോളുകൾക്കും എല്ലാം ഇടയിലും ദൃഢപ്രജ്ഞനായി നിന്ന് ജീവിതത്തിൻ്റെ ഓരോ നിമിഷവും ചൂടുചായ പോലെ ഊതി കുടിക്കണം. മാങ്കൂട്ടത്തിൻ്റെ രാഷ്ട്രീയ ഭാവിയും വ്യക്തിജീവിത ഭാവിയും ഒക്കെ എന്നേക്കുമായി അടഞ്ഞുപോയി എന്ന് വലിയ മൈക്ക് വെച്ച് ചർച്ച ചെയ്ത റിപ്പോർട്ടർമാരുടെ നടുവിലിരുന്ന് ഞാൻ ഇനിയും നാളെയും ഇവിടെ തന്നെ ഉണ്ടാകുമെന്ന് പറയുന്ന ആ ധൈര്യം ചാൾസ് ശോഭരാജിന് പോലും ഉണ്ടായിട്ടില്ല. മൈക്കുകളുമായി വന്ന മാധ്യമപ്രവർത്തകർക്ക് കൂടി ഓരോ ഉണ്ടൻപൊരിയും ചായയും വാങ്ങിച്ചു കൊടുക്കാമായിരുന്നു എന്ന് പറയുന്നിടത്തേക്ക് വരെ കാര്യങ്ങൾ എത്തിയിരിക്കുന്നു. ഇവിടെയാണ് പ്രധാനപ്പെട്ട ഒരു സന്ദേശം ഉയരുന്നത്. ഇരകളിൽ നിന്നാണോ വേട്ടക്കാരിൽ നിന്നാണോ നാം മോട്ടിവേഷൻ സന്ദേശങ്ങൾ സ്വീകരിക്കേണ്ടത് എന്നതാണ് അത്. കാരണം പ്രതിസന്ധികളെ പുല്ലുപോലെ അതിജീവിച്ച് പോലീസിനെ പാർട്ടിയെ പ്രതിരോധത്തിലാക്കി 2 ലൈംഗിക പീഡന കേസിൽ പ്രതിയായിട്ടും തല ഉയർത്തിപ്പിടിച്ച് ഒളിവിൽ നിന്ന് നേരെ തെളിവിൽ വന്ന് വോട്ട് ചെയ്യാൻ കഴിയുന്നു എന്നതാണ് ജനാധിപത്യത്തിൻ്റെ മഹത്തായ ശക്തി എന്നൊക്കെ പറയേണ്ടി വരും. ഒരു പക്ഷേ ജനാധിപത്യത്തിൻ്റെ പരമമായ ദയനീയത എന്നും പറയേണ്ടി വരും. രാഹുൽ മാങ്കൂട്ടത്തിൽ എന്തായാലും പോളിംഗ് അവസാനിക്കാറായ സമയത്താണ് എത്തിയത് എന്നത് പ്രധാനമാണ്. ലൈംഗിക ബലാത്സംഗ കേസുകളിലെ പ്രതി മുൻകൂർ ജാമ്യത്തിൻ്റെ ബലത്തിൽ വോട്ട് ചെയ്യാൻ വരുമ്പോൾ ആ വ്യക്തിയെ ഈയിടെ പുറത്താക്കിയ പാർട്ടിക്ക് ഏതെങ്കിലും വിധത്തിൽ കിട്ടേണ്ടിയിരുന്ന വോട്ടുകൾ ചിലപ്പോൾ ഇല്ലാതാക്കപ്പെട്ടേനെ. വൈകുന്നേരമായത് ഭാഗ്യമായി എന്ന് വിചാരിക്കുന്നുണ്ടാകാം. ചില കോൺഗ്രസ്സുകാരും അങ്ങനെ വിചാരിക്കുന്നുണ്ടാവും. എന്ന് മാത്രമല്ല, കോൺഗ്രസിൽ ഇപ്പോൾ 2ാമത്തെ പീഡന കേസുമായി ബന്ധപ്പെട്ട് രാഹുൽ മാങ്കൂട്ടത്തിലിനെ അനുകൂലിച്ചുകൊണ്ടും എതിർത്തുകൊണ്ടുമുള്ള 2 വിഭാഗങ്ങൾ പ്രബലമായിരിക്കുന്നു. അതിൽ ഭിന്നത വന്നിരിക്കുന്നു. ഒരു ഭാഗത്ത് KPCC അധ്യക്ഷൻ സണ്ണി ജോസഫ് ഇത് ആസൂത്രിതമായി രാഷ്ട്രീയ പ്രേരിതമായി ഉണ്ടാക്കപ്പെട്ട ഒരു കേസാണ് എന്ന് നേരത്തെ പറയുകയും ഇന്നത് ആവർത്തിക്കുകയും ചെയ്തിരിക്കുന്നു. അങ്ങനെ പാടില്ല, ഒരു കേസിലും നമ്മൾ മുൻകൂർ വിധി പ്രഖ്യാപനം നടത്താൻ പാടില്ല എന്ന് പ്രതിപക്ഷ നേതാവും പറഞ്ഞിരിക്കുന്നു. അങ്ങനെ നടിയെ ആക്രമിച്ച കേസുമായി ബന്ധപ്പെട്ട് പൊതുസമൂഹത്തിൻ്റെ ഒരു പ്രബല വിഭാഗം ഉടനീളം ആ വിധി പ്രഖ്യാപനത്തിനെ അതിലെ നീതികേടിനെ കുറിച്ച് സംസാരിക്കുന്നു ഒരു ഭാഗത്ത്. മറുഭാഗത്ത് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ 1ാമത്തെ പരാതി സജീവമായി നിൽക്കെ 2ാമത്തെ പരാതിയിൽ ഒരു പക്ഷേ അല്പം തകിടം മറിഞ്ഞുള്ള നിലപാടിലേക്ക് വരുന്നു. UDF കൺവീനർ എടുത്ത നിലപാട് അവിടെ ചോദ്യം ചെയ്യപ്പെടുന്നു. ഇങ്ങനെ 2
തലങ്ങളിൽ നിൽക്കുന്നതിനിടെയാണ് ഇന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ പോളിംഗ് ബൂത്തിലേക്ക് വന്നത്. ഇനി രാഹുൽ മാങ്കൂട്ടത്തിൽ പാവമാട എന്ന് വിശ്വസിക്കുന്നവരാണ് കൂടുതലെങ്കിൽ അത്തരം വിവരക്കാർ, അത്തരം വിചാരക്കാർ വോട്ട് ചെയ്യാൻ അപ്പോഴും ക്യൂ നിന്നവരിലുണ്ടെങ്കിൽ അത് ചിലപ്പോൾ അനുകൂല വോട്ടായി എന്നും വന്നേക്കാം. എന്തായാലും മാങ്കൂട്ടത്തിലാണ് ഇന്നത്തെ മോട്ടിവേഷൻ താരം. കണ്ടാമൃഗങ്ങളുടേതിനേക്കാൾ കടുപ്പമേറിയ ചർമ്മത്തെ ഖാദി കൊണ്ടും കാവ്യ കൊണ്ടും ചുവപ്പ് കൊണ്ടും മറയ്ക്കാൻ കഴിയുമെന്നതാണ് കക്ഷി രാഷ്ട്രീയം കൊണ്ട് നേതാവായവരുടെ പ്രത്യേകത. നടി ആക്രമിക്കപ്പെട്ട കേസിലേതുപോലെയുള്ള വിധി പ്രസ്താവനകൾക്ക് സാധുതയുള്ള ഒരു നീതിന്യായ നിർവഹണ സംവിധാനത്തിൽ പ്രതികൾക്ക് അധിക ആത്മവിശ്വാസമുണ്ടാവുക സ്വാഭാവികമാണ്. ആകെ പരിഹാസ്യമാകുന്നത് ഒരേ ഒരു കാര്യം മാത്രമാണ് ഈ നിമിഷങ്ങളിൽ. പൂജപ്പുര സെൻട്രൽ ജയിലിൽ കിടക്കുന്ന മറ്റേ രാഹുലിൻ്റെ കാര്യത്തിൽ മാത്രം. കുറ്റവിമുക്തനാക്കപ്പെട്ട ദിലീപ് പതിവ് ജീവിത കാര്യങ്ങളിലേക്ക് മടങ്ങി. മാങ്കൂട്ടത്തിലാകട്ടെ വോട്ടും ചെയ്ത് നാട്ടിലെ ചായക്കടയിൽ നിന്ന് ചായയും ഊതിക്കുടിച്ച് മടങ്ങിയിരിക്കുന്നു. ഇന്നത്തെ രാത്രിയിൽ പൂജപ്പുര സെൻട്രൽ ജയിലിൽ രാഹുൽ ഈശ്വറിന് വയറു നിറയെ കഴിക്കാൻ കഴിയട്ടെ എന്ന് മാത്രം വിചാരിച്ചുകൊണ്ട് വിടാം.